ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ജീവനെയാണ്. അപ്പോൾ ജീവൻ എല്ലാവരും ശിങ്കിടികളെ പറഞ്ഞു വിടുകയാണ്. ദേ പറഞ്ഞു കേട്ടല്ലോ അല്ലേ, ഇപ്പം കാഞ്ചനയെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് മീനുമായിരിക്കും. അവളുടെ വാ അടപ്പിച്ചിരിക്കുക. എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് അവളെ വീട്ടുകാരോ കാഞ്ചനയെ തടഞ്ഞാൽ തീർത്ത് കളയണം പ്രഭാവതി അമ്മയെ. അതൊക്കെ ഞങ്ങളായിട്ടെന്നേ എന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെങ്കിലും ഒരു തടസ്സം ഉണ്ടാകാതിരിക്കട്ടെ. വട്ടപാത്രത്തിൽ ഒളിപ്പിച്ച് കാഞ്ചനയെ ഇന്ന് തന്നെ ഇവിടെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും സമ്മതിച്ചു കേട്ടോ. ഇവർ രണ്ടുപേരും ഞാനിവിടെ കാത്തിരിക്കും, മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ തരും. അതെന്താണെങ്കിലും ഞാൻ തരും. പിന്നെ പഴയ പാൽക്കാര ജീവനല്ലിപ്പോൾ, പറയാലോ എല്ലാം. എന്തിനോട് ഞാൻ പറഞ്ഞാൽ ഞാൻ തന്നിരിക്കും. ചോദിക്കാം, ആദ്യം ഏൽപ്പിച്ച ജോലി കഴിയട്ടെ അല്ലേടാ, ചെല്. എന്നാൽ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കട്ടെ. ഓക്കെ. അപ്പോൾ അവരങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ജീവനെയാണ് കാണുന്നത്. അപ്പോൾ ജീവൻ ഭയങ്കര ടെൻഷനുണ്ട്. പക്ഷേ എങ്കിൽ ആൾ ഭയങ്കര കോൺഫിഡൻസിലാണ്. എങ്ങനെയെങ്കിലും മീനുവിനെ വശത്താക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ മീനു തന്നെ എല്ലാം ചെയ്തു കൊടുക്കും എന്നുള്ളൊരു ഇതിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് രാജേന്ദ്രനെയാണ് കേട്ടോ. അപ്പോൾ രാജേന്ദ്രൻ രാവിലെ തന്നെ ഇതായിട്ട് വാഷ്റൂമിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും ആളാകെ പെട്ടെന്നൊന്ന് ഭയപ്പെട്ടു. ഇനി ഇവരെ കണ്ടാലോ, ആരാലും വരുന്നുണ്ടോ എന്ന് നോക്കി വേഗം തന്നെ തൂത്ത് കളഞ്ഞ് കഴുകുകയാണ് കേട്ടോ. എന്നിട്ട് വെപ്രാളം പിടിച്ച് ചെന്നു ടാബ്ലറ്റ് പോക്കറ്റിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് കഴിച്ചിട്ട് അനങ്ങാതിരിക്കുകയാണ്. അപ്പോഴാണ് മാലു അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ മാലു, എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചു. എന്താ മാലു, നിൻ്റെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ. അല്ല, അത് പിന്നെ കാഞ്ചനയുടെ കല്യാണത്തിന് പോണോ? പിന്നെ പോകണ്ടേ, അതെന്താ സംശയം? പോകണം എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിലത്തെ ഫംഗ്ഷന് നമ്മൾ ഇന്ന് വീട്ടിൽ പോകണം, നാളെ ക്ഷേത്രത്തിലും പോകണം എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല നമ്മൾ പോണത്. മഹേന്ദ്രൻ്റെയും മറ്റു മക്കളെയും നമ്മൾ ഓർക്കണ്ടേ, അതുകൊണ്ട് പോയേ പറ്റൂ. നമ്മുടെ 2 മക്കളെയും നമ്മൾ ഓർക്കണം. നിങ്ങൾ ചെല്ല്, ഞാൻ വരുന്നില്ല. നമ്മളെല്ലാവരും പോകണം. നമ്മൾ രാത്രി പോയിട്ട് എന്താണേലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അല്ല, പോണോ? എവിടെ പോകുന്നു എന്ന് മോഹിനി ചോദിച്ചാൽ നിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വിവാഹ പാർട്ടിക്ക് പോകണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വരാം. എനിക്ക് ഒരു താല്പര്യമില്ല. കല്യാണ പാർട്ടിക്കാണെന്ന് നീ കരുതണ്ട, മക്കളെ കാണാൻ വേണ്ടി പോകുന്നു എന്ന് മാത്രം കരുതിച്ചാൽ മതി. ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് മാലു അപ്പുറത്തേക്ക് പോയി കേട്ടോ. പക്ഷേ എങ്കിൽ രാജേന്ദ്രൻ ആകെ വല്ലായ്മയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ആരോടും പറയണമില്ല. ആളങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ അനിലിനെയാണ്. അപ്പോൾ അനിൽ ഇതേ കാഞ്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കല്യാണത്തലേന്ന്. അപ്പോൾ കാഞ്ചന നല്ല ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടൊക്കെ കേട്ടോ ഇരിക്കണത്. അപ്പം അനിൽ വിളിച്ചു. അനിലേട്ടാണല്ലോ എന്ന് പറഞ്ഞ് എടുക്കണോ എന്ന് ചോദിച്ച് ഫോൺ എടുത്തു. ഹലോ, ടെൻഷനുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. പിന്നെ ടെൻഷനില്ല, എടുക്കുമോ അനിലേട്ടാ? സത്യം പറയാമല്ലോ കാഞ്ചന, എനിക്കും നല്ല ടെൻഷനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. സത്യത്തിലേ കയ്യും കാലും ഒക്കെ വിറച്ചിട്ട് താലി കെട്ടാൻ നാളെ കഴിയുമോയെന്നറിയില്ല. ആർക്കറിയാം, നാണം കെടുവോ? ഉറപ്പായിട്ട് നാണം കെടും. നാളെ താലി കെട്ടില്ലല്ലോ എന്നിങ്ങനെ കാഞ്ചന മനസ്സിൽ വിചാരിക്കുകയാണ്. ഹലോ, അല്ല നാളെ എന്താണെങ്കിലും നാളെ രാവിലെ തന്നെ ടെൻഷൻ കാരണം ബോധം കെട്ട് വീഴുവോ? സംശയമുണ്ട് കാഞ്ചന. അവിടെ ആളുകളൊക്കെ വരാൻ തുടങ്ങിയോ? വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. പിന്നെ ആളുകളൊക്കെ എന്നെ അന്വേഷിക്കായിരിക്കും. എന്നാൽ ഞാൻ പോട്ടെ, പിന്നെ വിളിക്കാം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കുക, നമ്മുടെ 2 പേരുടെയും ഫസ്റ്റ് നൈറ്റ് പശുത്തൊഴുത്തിലായിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുക. അപ്പോൾ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അല്ലങ്ങ് ചിരിക്കുക കേട്ടോ. ഈ സമയത്താണ് ലച്ചു അങ്ങോട്ടേക്ക് വരണത്. ചേച്ചി ഇവിടെ വന്നിരിക്കുകയാണോ? എല്ലാവരും ചേച്ചി അന്വേഷിക്കുക, വാങ്ങിങ്ങോട്ട് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേട്ടാ, എന്നാലേ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് വേഗം തന്നെ കാഞ്ചന ഫോൺ വെച്ചു. അപ്പം പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. എന്താ ചേച്ചി എന്താ? പാവം, എനിക്ക് വേറെ വഴിയില്ല അല്ലേട്ടാ. ഇനി ഞാൻ ഒരിക്കലും നിങ്ങളെ വിളിക്കില്ല, കാണില്ല എന്ന് പറഞ്ഞു. അല്ല ചേച്ചി എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, നീ വാ എന്ന് പറഞ്ഞ് ലച്ചുവിൻ്റെ ഒപ്പം പുറത്തേക്ക് പോവാണ് നമ്മുടെ കാഞ്ചന. അപ്പോൾ കാഞ്ചന ഭയങ്കര സുന്ദരിയൊക്കെ ആയിട്ട് എല്ലാവരുടെ മുൻപിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം ഭയങ്കര സ്വപ്നം കണ്ട് നിൽക്കുകയാണ് നമ്മുടെ അനിൽ. അപ്പം പിന്നെ അനിൽ കാണുന്നത് നമ്മുടെ എന്താ പറയുക ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത് നിൽക്കുന്ന കാഞ്ചനേനെ. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പശു എന്താ പറയുക ഇങ്ങനെ തൊഴിക്കുന്നത് പോലെ തൊഴിക്കുന്നതോ.
ഇച്ചായൻ എന്നെ ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ്. പറ ഇച്ചായൻ. ആ അപ്പോൾ അതേ കാഞ്ചന എന്താ പറയുക ഇങ്ങനെ ചാടി വരുന്നതും എന്നിട്ട് കണ്ണിങ്ങനെ പിടുപിടാന്ന് എന്താ പറയുക പിറുപിറാന്നിങ്ങനെ അടയ്ക്കുന്നതും ഒക്കെയാണ്. എന്നെ മിന്നി കേട്ടോ. ആ പറ ഇച്ചായ ചോദിച്ചില്ലേ. ആ കെട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ സ്വപ്ന ലോകത്ത് ഇങ്ങനെ നിന്ന് കുറേ നേരം ഇങ്ങനെ സ്വപ്നം കണ്ടു കേട്ടോ. അപ്പോൾ കാഞ്ചനയുടെ വരവും ആ നിപ്പൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് പഴശ്ശിത്തൊഴുത്തിലൊക്കെ പോയി ഫോട്ടോ എടുക്കണം. ആ ചെയ്യാം എന്ന് പറഞ്ഞു. ഉടനെ അല്ല അങ്ങനെ തന്നെ. അപ്പോൾ കയ്യിലൊരു പേരയ്ക്കുണ്ട്. ദേ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ദേ നോക്കിക്കേ എന്ന് പറഞ്ഞ ആ പെട്ടെന്ന് അടുത്ത് വന്നിട്ട് ഞാൻ എന്താണെങ്കിലും ജോസ്റ്റായനെ ഒറ്റയ്ക്ക് വിടൂല കേട്ടോ, ഞാൻ കെട്ടുക തന്നെ ചെയ്യും. അപ്പോൾ കയ്യിലിരുന്ന പേരയ്ക്ക് ആക്രാന്തത്തോടെ കടിച്ചിട്ട് വേണ്ട തിന്നോ എന്ന് പറഞ്ഞ് അനിലിൻ്റെ വായിലേക്ക് വച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അനിലിന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നതൊക്കെ ആയിട്ട് ആൾ സ്വപ്നലോകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് അനിലിൻ്റെ കൂട്ടുകാരെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് വരുന്നത്. ഡാ നീ എന്താടാ ഇത് എല്ലാവരെയും ക്ഷണിച്ച് വരുത്തിയിട്ട് നീ സ്വപ്നം കാണുവാണോ? അല്ല കാഞ്ചനയെ ഞാനൊന്ന് വിളിച്ചതാ. എന്നെപ്പോലെ തന്നെ അവൾ നല്ല ടെൻഷനില്ല. അവൻ്റെ ഒരു ടെൻഷൻ വന്നവരൊക്കെ നിന്നെ അന്വേഷിക്കുക, നീ ചെല്ലടാ. അല്ലടാ കുപ്പിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. കുപ്പിയോ? ആ ഉണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും പശുവിനും ഒക്കെ കൊടുക്കുന്ന മരുന്നിൻ്റെ ഒഴിഞ്ഞ കുപ്പി ഇവിടെ കാണും കേട്ടോ. മദ്യമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അമ്മ വാളെടുക്കും, അതാണ് ശീലം. ദേ നാളെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞാനൊരു ഗംഭീര പാർട്ടി തന്നെ തരുന്നുണ്ട് കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞ് അല്ല അങ്ങ് പോയി. ആ ബെസ്റ്റ്, കല്യാണം കഴിഞ്ഞവനെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല, പിന്നെയല്ലേ പാർട്ടി എന്ന് പറഞ്ഞ് അവരും പുറകെ പോവാണ് കേട്ടോ. പിന്നെ കാഞ്ചന ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മഹേന്ദ്രൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരികയാണ്. ആഹാ എന്താ ഇത്ര വൈകിയത്, നേരത്തെ അല്ലേ വന്നത്? പ്രഭേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് മീനു എന്ന് വിളിച്ചുകൊണ്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പിന്നെ കാണുന്നത് ഗൗതവും രാജേന്ദ്രനും മുത്തശ്ശനും മാലുവും അഖിലയും ഒക്കെ കൂടി നിന്ന് അവരിങ്ങനെ റൂമിൽ നിന്ന് സംസാരിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഗൗതം എന്തോ ഭയങ്കര വീർപ്പിച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാജേന്ദ്രൻ ആഹാ ഇതെന്താ ഗൗതം, നീ എന്താ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത്? ഒന്ന് ചിരിക്കടാ മോനെ എന്ന് പറഞ്ഞു. ചിരി വരണ്ടേ മാമ എന്ന് ചോദിച്ചു. അപ്പോൾ അഖില നോക്കിയിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്, പക്ഷേ തമാശ പറഞ്ഞത് ഞാനായതുകൊണ്ട് ചിരിക്കാതെ നിൽക്കുന്നതാ, അല്ലാതെന്താ? അല്ല അതെന്താ നിങ്ങൾ രണ്ടുപേരും വല്ല പിണക്കത്തിലാണോ? ഹേ ഇവർ പിണക്കത്തിലോ? ഇവൻ എപ്പോഴും ഈ തമാശയൊക്കെ കേൾക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഇവന് ചിരി വരാത്ത എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗൗതമൊന്നും നോക്കി മിണ്ടിയില്ല കേട്ടോ. പക്ഷേങ്കിൽ അപ്പോൾ ഈ സമയത്താണ് മഹേന്ദ്രനും പ്രഭാവതിയും നമ്മുടെ കാഞ്ചനയും കൂടെ അങ്ങോട്ടേക്ക് എഴുതുന്നത്. അല്ല തിരക്കൊക്കെ കഴിഞ്ഞോ? അങ്ങനെ നടക്കും. അല്ല എവിടെ അമ്മയെ രാഖി? അമ്മ അയ്യോ എവിടെയോ ഉണ്ട്, അമ്മയ്ക്ക് ഏതെങ്കിലും പരിചയക്കാരെ കിട്ടിക്കാണും പഴം പുറങ്ങണം പറയാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നിന്ന് ചിരിച്ചിങ്ങനെ സന്തോഷത്തിൽ ആളുകളൊക്കെ വന്നു തുടങ്ങിയോ മഹേന്ദ്ര? കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലല്ലോ അച്ഛാ, ക്ഷണിച്ചവരെല്ലാവരും വന്നിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. മാലു എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു പ്രഭാവതി. എന്നോടുള്ള പിണക്കം മാറിയില്ലേ? അയ്യോ അതൊക്കെ മാറി എന്ന് പറഞ്ഞു. പ്രഭാവതി ആളാകെ മാറിയില്ലേ, പിന്നെ എന്തിനാ പിണക്കം അല്ലേ? പിന്നെ പിണക്കം മാറാതിരിക്കുമോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. അപ്പോൾ വേഗം തന്നെ ഇവർ ഭയങ്കര സന്തോഷത്തിലായി കേട്ടോ. സത്യത്തിൽ എല്ലാവരും ഹാപ്പിയായി, എല്ലാവരുടെയും മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു. അപ്പോൾ കാഞ്ചനയ്ക്ക് മാത്രം ഒരു തെളിച്ചവുമില്ല. ഇവിടുത്തെ അഖില പറഞ്ഞപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. സന്തോഷമായി എന്ന് പറഞ്ഞു രാജേന്ദ്രൻ. എന്നോട് ക്ഷമിക്കണം. അതൊക്കെ ക്ഷമിച്ചോ, ഇനി അതും പറഞ്ഞ് കരഞ്ഞിട്ട് നീ ആ മേക്കപ്പ് എല്ലാം കളയണ്ട എന്ന് പറഞ്ഞ ഉടനെ അച്ഛൻ. അപ്പോൾ എല്ലാവരോടും അങ്ങ് ചിരിച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ പ്രഭാവതിക്കും മാലുവിനും ഒക്കെ. എല്ലാവരുടെ ചിരിയും സന്തോഷമൊക്കെ ഉടനെ നിൽക്കും, കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ എന്നിങ്ങനെ കാഞ്ചന മനസ്സിൽ വിചാരിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് മീനുവിനാണ് ടെൻഷനോട് ടെൻഷൻ. മീനു ആകെ വെപ്രാളം പിടിച്ച് ഇവരുടെ ആരുടെയും കൂടെ കൂടാതെ ഇങ്ങനെ മാറി നടക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നാണ് ആലോചന മൊത്തം. ഇനി എങ്ങനെയാ ചെയ്യുക, എന്താ ചെയ്യാം? എല്ലാം അർജുനോടൊന്ന് പറഞ്ഞാലോ? വേണ്ട, ഇനി അവനെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അതും ഒരു ആപത്താവും എന്നിങ്ങനെ മീനു വിചാരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്നാളാകെ ടെൻഷനിൽ ഇങ്ങനെ അടിച്ച് നിൽക്കുക. ജീവൻ ഇനി ഒന്നും നോക്കാനില്ല. അവന് എന്തും ചെയ്യും. കാഞ്ചന ചേച്ചിയുടെയും അനിലിൻ്റെയും വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞാലോ? വേണ്ട, അത് ശരിയാവില്ല. എന്താ ചെയ്യാം? അപ്പോഴേക്കും അർജുൻ അങ്ങോട്ടേക്ക് കയറി വരിക. മീനു എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചു. എന്താ നീ ഇങ്ങനെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്?
ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതല്ലല്ലോ, എന്താ നിനക്കൊരു ഉത്സാഹക്കുറവ്? അങ്ങനൊന്നുമില്ല. അപ്പം ദേ രാജേന്ദ്രനും മാലുവും കൂടെ കയറി വരിക. എന്താ രണ്ടുപേരുടെ ഒരു സ്വകാര്യം? സ്വകാര്യമൊന്നുമില്ല അങ്ങളെ. മീനുവിന് എന്ത് ഒരു ഉത്സാഹക്കുറവ്? എന്താന്ന് ചോദിച്ചിട്ട് പറയണില്ല. എന്താ മോളെ എന്ന് ചോദിച്ചു മാലു. ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഉണ്ടെന്ന് തോന്നി. അല്ല, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം മോളെ എന്ന് പറഞ്ഞു. മാമൻ ആകെ അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. എന്തു പറ്റി? ക്ഷീണിച്ചൊന്നും ഇല്ലടാ, ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നുക എന്ന് പറഞ്ഞു അർജുനോട്. പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ പണ്ടത്തെക്കാളും വളരെ ഉഷാറാ എന്ന് പറഞ്ഞു. അല്ല, വേറെ അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരസുഖവും ഇല്ല എനിക്ക്. ഞാൻ ഡബിൾ സ്ട്രോങ്ങാ, പൂർണ്ണ ആരോഗ്യവാനാടാ ഞാൻ എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ദേ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് മുങ്ങുന്നുണ്ട് കേട്ടോ. എന്നോട് പോലും സത്യം പറയണില്ല. അതെ, ഇനി പോകുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം കേട്ടോ. സത്യം നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചോ. എവിടെ പോകുന്ന ആങ്ങളെ? ഇവൾ ചുമ്മാ പറയുന്ന അതൊക്കെ വിട്. മീനുവിന് എന്തു പറ്റിയെന്നാ നീ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. എനിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛാ, നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കുക വാ എന്ന് പറഞ്ഞ മീനു അപ്പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അതല്ലല്ലോ മോനെ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അർജുൻ. ഉണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് കണ്ടുപിടിക്കണം. അവളെന്താ സങ്കടപ്പെട്ട് നടക്കുന്നത് എന്ന് ഓർത്തു. അപ്പം മീനു അവിടെ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാഞ്ചനയും പ്രഭാവതിയും പിന്നെ മഹേന്ദ്രനും എല്ലാം കൂടെ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. എത്ര നന്നായിട്ടാണ് കാഞ്ചന ചേച്ചി അഭിനയിക്കുന്നത്. കല്ലായി ഇവരുടെ മനസ്സ്. കഷ്ടം തന്നെ എന്ന് പറഞ്ഞു. എങ്ങനെ ഇനി ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തും? സത്യം പറയാൻ എന്താണെങ്കിലും എല്ലാവരുടെയും സന്തോഷം കെടുത്തുന്നത് കാഞ്ചന ചേച്ചിയുടെ കഴുത്തിൽ എന്താണെങ്കിലും അനിലേട്ടൻ തന്നെ താലി കെട്ടണം എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ ഇനി എന്ത് ചെയ്യും? എൻ്റെ അമ്മയുടെ ജീവൻ എനിക്ക് അത് ഓർക്കുമ്പോൾ മീനുന്നെ സഹിക്കാനും പറ്റണില്ല. അവന് പിന്നെ മുന്നും പിന്നെ ഒന്നും നോക്കാനില്ല. പക്ഷേ അവൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ പോലും അത് ചിലപ്പോൾ ചെയ്തു എന്നിരിക്കുക. ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഈശ്വര? അപ്പോൾ ആകെ മീനുവിന് സങ്കടമായിട്ടോ. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എന്ത് വന്നാലും പ്രഭാവതിയെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. പാവം എൻ്റെ അമ്മ. ഞാൻ എന്താ ഈശ്വര ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഓർത്ത മീനു ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നേരെ റൂമിലേക്ക് ചെന്നു. ഈ സമയത്താണ് ജീവൻ മീനുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. മീനു വേഗം ഫോൺ എടുത്തു കേട്ടോ. എന്താ? ഹലോ എന്ന് വിളിച്ചു. വിവാഹ തലേന്നുള്ള ആഘോഷങ്ങളൊക്കെ പൊടിക്കാണ് അല്ലേ? എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇതുവരെയും താൻ ഒന്നും തൻ്റെ ഭർത്താവിനോടോ വീട്ടുകാരോടോ പറഞ്ഞിട്ടില്ല. വിവാഹം നിർത്തിവെക്കാനും പറഞ്ഞിട്ടില്ല. ഞാനും കാഞ്ചനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടുമില്ല. വിവാഹം നിർത്തിവെക്കാൻ താൻ എന്താ പറയാത്തത്? എന്ത് ചെയ്യണം എന്നറിയാതെ ഉരുകി തീരുകയാണ് അല്ലേ? ഞാൻ അവിടെ നടക്കുന്നതൊക്കെ അപ്പം അറിയുന്നുണ്ട് കേട്ടോ. ഓരോ അനക്കവും എനിക്കതറിയാം കേട്ടോ എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ആളുകൾ അവിടെ തന്നെയുണ്ട് മീനു. അവരാരാണെന്ന് നിനക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. നീ എവിടെ ഒളിപ്പിച്ചാലും പ്രഭാവതി അമ്മയെ അവർ കൊന്നിരിക്കും എന്ന് പറഞ്ഞു. ജീവ, അത് പിന്നെ എൻ്റെ അമ്മയെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അലറിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. വെറുതെ ഒലറണ്ട. കല്യാണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. പ്ലീസ് ജീവ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. നിനക്കിപ്പോൾ എന്ത് വേണം അത് പറഞ്ഞ് ആദ്യം. എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ. കല്യാണം നടത്തരുതെന്ന് എനിക്ക് വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ അച്ഛനും മുത്തശ്ശനും അത് കേൾക്കണം എന്നുമില്ല. നീ പറയണ്ട. നീ ഒരു കാര്യം ചെയ്യ. ഈ രാത്രി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നീ കാഞ്ചനയെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതിന് കാഞ്ചനയെ എൻ്റെ അടുത്ത് എത്തിക്കാൻ അവിടെ ആളുകളുണ്ട്. പിന്നെ അവരുടെ അടുത്ത് ആരും അറിയാതെ നീ കാഞ്ചനയെ ഒന്ന് എത്തിച്ചാൽ മാത്രം മതി. ബാക്കി നീ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. നിൻ്റെ അമ്മായിയമ്മയുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. ശരി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ അനുസരിക്കണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ നീ ഒന്നും ചെയ്യരുത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതിഥികളൊക്കെ പോയ ശേഷം നീ കാഞ്ചൻ്റെ റൂമിലേക്ക് ചെന്നാൽ മതി. എന്താ ചെയ്യേണ്ടതെന്നും ബാക്കി കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു തരും. പിന്നെ ഒരു കാര്യം, എന്നോട് ഇങ്ങനെ സംസാരിച്ച ശേഷം നീ ഭർത്താവും ഒത്തുചേർന്ന് വല്ല സൂത്രം ഒപ്പിക്കാനാണോ പ്ലാനെങ്കിൽ ആ നിമിഷം ഒരു വെടിവെച്ച് കേൾക്കും. നിൻ്റെ പ്രഭാവതി അമ്മ മരിച്ചു വീഴും. മനസ്സിലായോ നിനക്ക്? ഇല്ല ജീവൻ, ഒരിക്കലും ഇല്ല. എല്ലാം നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ ആരോടും പറയില്ല. എനിക്കെൻ്റെ അമ്മയുടെ ജീവൻ തന്നെയാണ് വലുത് എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു.
അപ്പം മീനുവും ആകെ ടെൻഷനിലായി. ഇനി എന്ത് ചെയ്യും എന്നറിയില്ല മീനുവിന്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.